കൂട് വെച്ച് റാണി വന്നു വാടിക്കോ മോനെ, മുഴുവൻ പാടിക്കോ. കൂട്ടത്തോൾ നടന്നു പോയല്ലോ. താങ്ക് യു. അടിപൊളി. സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. വന്നല്ലേ? ആരെ വെച്ചടാ പോകുമ്പോഴേക്കും പിന്നെ മറന്നു. ജിൻസി ജോയിൻ ചെയ്താ? ചെയ്തു. തുടങ്ങാല്ലേ? ടീച്ചർ വരണ്ടേ? ടീച്ചർ വന്നോ? അല്ല, ടീച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. അതെ അതെ, ടീച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അതെ, മാം വന്നതിന് ശേഷം ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞു? മിസ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇന്ന് ശരിക്കും ഏതാ മിസ്സിന്റെ ക്ലാസ് വരുന്നത്? ഐശ്വര്യ മിസ്സിന്റെ മിസ് പറഞ്ഞില്ലായിരുന്നോ മിസ് വന്നിട്ട്? അതെ, പറഞ്ഞു. അശ്വതി മാം അല്ലേ? അതെ, അശ്വതി ഐശ്വര്യാന്ന് പേര് മാറിപ്പോയത്. അശ്വതി മാമ. Good morning to all. Good morning. Happy Children's Day. ഗുഡ് മോർണിംഗ്. Happy Children's Day. Happy Children's Day. Yeah, happy. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാട്ടോ. സ്റ്റാർട്ട് ചെയ്യ്. ഇന്ന് സുന്ദരിയായിട്ടുണ്ട് മിസ്. താങ്ക് യു. നമ്മളെല്ലാരും ഇന്ന് സുന്ദരിയായിട്ടാ വന്ന്. എല്ലാവരും കാണാനോ പോലെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കട്ടെ. പ്രയർ, ബർത്ത്ഡേ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. മാം ഇന്ന് പ്രോഗ്രാം അല്ലേ? പ്രോഗ്രാം ആണെങ്കിലും പ്രയർ ഒക്കെ വേണ്ടേ? വേണോ? വേണ്ടെന്നാണോ? അല്ല, സ്ക്രീൻ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ക്ലാസ് ആണോ. അത് കുഴപ്പമില്ല. ഇംഗ്ലീഷ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി സെൻഡ് ചെയ്തതാ. ഇങ്ങനെ പ്രോഗ്രാം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ക്ലാസ് എടുക്കണ്ടേ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് പ്രയർ ഉണ്ടോ? ജിൻസി സ്റ്റാർട്ട് ചെയ്തു. Good morning, everyone. You are all welcome to your program. I am so happy to see you together here. I hope the program will be great and successful. I hope you will enjoy the program. Have a good time. Thank you for joining us. ഇന്ന് നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു നെഹ്റു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരനും പ്രസംഗകനും നേതാവുമായിരുന്നു. നവഭാരത ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ കാലത്ത് ലോകത്തിലെ പല ഭാഗത്തും കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുകയും അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനൊരു മാറ്റം വരേണ്ടത് ആവശ്യമാണ്. കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഈ ശിശുദിനം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരെയും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ടീച്ചറിനെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി
എൻ്റെ ശിശുദിന ആശംസകൾ നേരുന്നു. താങ്ക് യു. ഓക്കെ, ഇന്ന് പ്രോഗ്രാം ആണല്ലോ. സോ എല്ലാവരും മാക്സിമം ക്യാമറ ഓൺ ചെയ്യാൻ നോക്കും കേട്ടോ. ഓക്കെ, എല്ലാവരും നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുകയല്ലേ ഇന്ന്. അപ്പൊ ക്യാമറ ഓൺ ചെയ്യണേ. ഓക്കെ, അപ്പോ കോർഡിനേറ്റർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് നിങ്ങളുടെ പ്രോഗ്രാംസിനെ കുറിച്ച് ഒന്നും അറിയില്ല. സോ അതിനെ ഹാൻഡിൽ ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം, ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ശിശുദിനം. ചാച്ചാജിയുടെ ഓർമ്മകൾ നിറയുന്ന ഈ ശിശുദിനത്തിൽ നല്ല ശീലങ്ങളും ചിന്തകളോടും കൂടി ഓരോ കുരുന്നുകളും വളരട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ ശിശുദിനാശംസകൾ. ആദ്യമായി നമ്മുടെ ഈശ്വര പ്രാർത്ഥനയാണ്. അതിനായി ഫാത്തിമയെ ക്ഷണിക്കുന്നു. Good morning all. Good morning Miss. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണി പൂവിലും കാരണനായുള്ള തമ്പുരാനെ അച്ഛനും അമ്മയും എന്തു പറഞ്ഞ അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉള്ളിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി പൂവിലും കാരണനായുള്ള തമ്പുരാനെ കാരണനായുള്ള തമ്പുരാനെ. ഓക്കെ, താങ്ക് യു ഫാത്തിമ. അടുത്തത് ഇന്നത്തെ ചിന്താവിഷയം, അതെ, തോട്ട് ഓഫ് ദ ഡേ. സ്വാഗതം ചെയ്യാം ഹസ്ന. Hello, hi, good morning. മോർണിംഗ് ഹസ്ന, പറഞ്ഞോളൂ. എനിക്കറിയില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ ഹസ്ന. ഓക്കെ, താങ്ക് യു. അടുത്തത് ലളിതമായ ഒരു ലളിതഗാനമാണ് അവതരിപ്പിക്കുന്നത് സപ്ന. അഴകനന്ദ തീരം അരുണ സന്ധ്യാനേരം പൗർണമി പോലെ തെളിയുവതാരോ താപസ കന്യകയോ ഒരാശ്രമ കന്യകയോ പതിവുള്ള പോലെ കുടമുള്ള പൂനുള്ളിൽ മാല കൊരുക്കാത്തതെന്തേ ഇതുവരെ പൂക്കാത്ത ചെമ്പകത്തൈക്കു നീ ഇതുവരെ പൂക്കാത്ത ചെമ്പകത്തൈക്കു നീ നീരു കൊടുക്കാത്തതെന്തേ സ്വപ്നരഥമേറിയൊരാൾ വന്നുവോ പുഷ്പശരമേറ്റു മനം നൊന്തുവോ അളകനന്ദ തീരം അരുണ സന്ധ്യാനേരം എന്തിനും ദൂരെ നീ മിഴി നട്ടു കേളി മലതളം നുള്ളി നിന്നു
അകലെ നിലാക്കുയിൽ പാടും വിലോലമാം അകലെ നിലാക്കുയിൽ പാടും വിലോലമാം പാട്ടിനു ചെവിയോർത്തു സ്വപ്നരഥമേറിയൊരാൾ വന്നുവോ പുഷ്പശരമേറ്റു മനം നൊന്തുവോ അളകനന്ദീരം അരുണസന്ധ്യാനേരം പൗർണമി പോലെ തെളിയുവതാരോ താപസ കന്യകയോ ഒരാശ്രമ കന്യകയോ. താങ്ക് യു. ഓക്കെ ഓക്കെ സ്വപ്ന, നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. താങ്ക് യു മാം. അടുത്തത് ഒരു കഥയായാലോ? കഥകളുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ബിസ്മിയ. വെൽക്കം ബിസ്മിയ. Thank you. Good morning, ma'am, and all my dear friends. Happy Children's Day to all of you. Welcome to a world of imagination, joy, and wonder. Today, I would like to share a special story with you. Chacha Nehru's Special Garden. Once upon a time, in a colorful village in India, lived a kind and wise man named Chacha Nehru. He loved children more than anything else. To him, children were like flowers in a garden, each one different, beautiful, and full of life. Every evening, children would gather in the village garden. Chacha Nehru would join them, listen to their dreams, play with them, and share stories of courage and kindness. One day, a little girl asked, Chacha Nehru, why do you love children so much? He smiled gently and said, because children carry the hope of tomorrow. They are pure, honest, and full of dreams. If we care for them well, the future of our country will bloom just like this garden. From that day, the children promised to study well, help each other, and grow up to make their Chacha proud. And that's why we are celebrate Children's Day on November 14, the birthday of Pandit Jawaharlal Nehru, to remember his love, dreams, and hope for every child. Thank you all once again. Happy Children's Day. ഓക്കെ ഓക്കെ ബിസ്മിയ. താങ്ക് യു ബിസ്മിയ. അടുത്തത് മനോഹരമായ ഒരു മലയാള ഗാനമാണ്. സ്വാഗതം ചെയ്യാം ജിൻസി. വെൽക്കം ജിൻസി. ഇന്ന് നവംബർ 14 ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. അതുകൊണ്ട് ചാച്ചാജിയെ പറ്റി ഒരു 4 വരി സോങ് ആണ് ഞാൻ അവിടെ പാടുന്നത്. നമുക്കുണ്ടൊരു ചാച്ചാജി, നന്മ നിറഞ്ഞൊരു ചാച്ചാജി. നമുക്കുണ്ടൊരു ചാച്ചാജി, നന്മ നിറഞ്ഞൊരു ചാച്ചാജി. വെള്ളയുടുപ്പതും ഇട്ടിട്ട് റോസാപ്പൂവും വെച്ചിട്ട്, വെള്ളയുടുപ്പതും ഇട്ടിട്ട് റോസാപ്പൂവും വെച്ചിട്ട്, ഗാന്ധി തൊപ്പിയും ഇട്ടിട്ട് ചുണ്ടിൽ ചിരിയും വിരിച്ചിട്ട്, ഗാന്ധി തൊപ്പിയും ഇട്ടിട്ട് ചുണ്ടിൽ ചിരിയും വിരിച്ചിട്ട്, കുട്ടികളാകും നമ്മോടെല്ലാം കുശലം പറയും ചാച്ചാജി. കുട്ടികളാകും നമ്മോടെല്ലാം കുശലം പറയും ചാച്ചാജി. നമുക്കുണ്ടൊരു ചാച്ചാജി, നന്മ നിറഞ്ഞൊരു ചാച്ചാജി. താങ്ക് യു. ഓക്കെ ജിൻസി. താങ്ക് യു ജിൻസി. അടുത്തത് കൂട്ടായ്മയുടെ ഒരു ഗാനമാണ്. അതെ, സംഘഗാനം, ഗ്രൂപ്പ് സോങ്. അവതരിപ്പിക്കുന്നത് അൻസി, സുനിഷ, ഭീമ, ബിസ്മിയ, ഡിറ്റി ആൻഡ് രാജി. വെൽക്കം ഓൾ.
ക്യാമറ ഓൺ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് റെഡി ആണോ? സ്റ്റാർട്ട് ചെയ്യാം. അൻസി വന്നിട്ടുണ്ടോ? ഇവിടെ അൻസിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരൊക്കെയാണ് ഗ്രൂപ്പ്സ് ഒക്കെ ആരൊക്കെയാണുള്ളത്? അൻസി, ബിസ്മിയ, രാജി, റിച്ചി, പിന്നെ അൻസി, ഡിറ്റി, രാജി, ബിസ്മി, ഭീമ, ഷംസീന. അല്ലല്ല, അതല്ല, അത് സ്പീച്ചാ. ഇവര് പിന്നെ അൻസി, സുനിഷ, ഭീമ, ബിസ്മിയ, ഡിറ്റി ആൻഡ് രാജി. ബിസ്മി ഒന്ന് സ്റ്റാർട്ട് ചെയ്തോന്നാ, അൻസിനെ കാണാനില്ലല്ലോ. ഓക്കെ. We love you children from സ്റ്റാർട്ട് ചെയ്യട്ടോ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യും. നെറ്റിന്റെ പ്രോബ്ലം വരുന്നത് കേട്ടോ. ഓക്കെ. We love you children from all our heart. We bless you children from all our heart. We love you children from all our heart. We bless you children from all our heart. You are the shining stars and gift of God. You are the children best of all. You are the shining stars and gift of God. You are the children best of all. രാജി അൺമ്യൂട്ട് ചെയ്യൂ. കേട്ടില്ല, അൺമ്യൂട്ട് ചെയ്യൂ കേട്ടോ. You are the light of darkness, and we pray for you brightness. You are the glimpse of the future, and you are the pride of a teacher. You are the children we want to shine. You are the children we want to fly. You are the children we want you shine. You are the children we want you fly. Happy Children's Day, Happy Children's Day, Happy Children's Day to all of you. Happy Children's Day, Happy Children's Day, Happy Children's Day to all of you. Happy Children's Day, Happy Day, Happy Children's Day to all of you. Okay, yeah, very good. Thank you, ma'am. Okay. Yeah, next. ഞാൻ എല്ലാം കണ്ട് എൻജോയ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് പീരിയഡ് പറയാതെ ലാസ്റ്റ് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താ? താങ്ക് യു ഓൾ. കൂട്ടായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എപ്പോഴും ഒരു രസമാണ്. ഓക്കെ, വെൽക്കം. താങ്ക് യു ഓൾ. ഇനി കുറച്ച് സ്പീച്ച് ആയാലോ? സ്പീച്ചിലൂടെ നമ്മെ പൊതുവിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു സുനിഷ, അൻസി, ഡിറ്റി, രാജി, ബിസ്മി, ഭീമ ആൻഡ് ഷംസീന. വെൽക്കം ഓൾ. എല്ലാരും റെഡിയാണോ? Ready? തുടങ്ങാം. Respected teacher, dear friends, today we are like to say something about the serious issue that we are facing today. That's mobile addiction in children. അതായത് ഇന്നത്തെ കാലഘട്ടത്തില് നമ്മൾ ഒരുപാട് അഭിമുഖീകരിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഈ ഒരു പരിപാടി നമ്മൾ ഉപയോഗിക്കുകയാണ്. അതെന്ന് പറയുന്നത് കുട്ടികളിലുള്ള മൊബൈൽ അഡിക്ഷൻ. അതിനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ
നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. Today we present this as a small guide for parents and kids. ഇത് നമ്മൾ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് കുട്ടികൾക്കും പാരന്റ്സിനും ഉള്ള ഒരു ചെറിയൊരു വഴികാട്ടി എന്ന രീതിയിലാണ്. In this modern world, we cannot live without the use of mobile phone. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് മൊബൈൽ ഫോൺസിന്റെ ഉപയോഗം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. Mobile phones are great tools for learning and fun. However, excessive use can lead to addiction, which has negative impacts on health and studies. അതായത് മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നത് നമ്മുടെ വിനോദത്തിന്റെയും പഠനത്തിന്റെയും നല്ലൊരു ഉപകരണമാണ്. പക്ഷേ അതിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുട്ടികളില് ആസക്തിയിലേക്ക്, അതായത് മൊബൈലിലൂടെ അഡിക്ഷനിലേക്ക് നയിക്കുന്നു. അത് അവരെ ആരോഗ്യത്തിനെയും പഠനത്തിനെയൊക്കെ ദോഷകരമായിട്ട് ഒരുപാട് ബാധിക്കുന്നുണ്ട്. ബാക്കി സുനിഷ പറയുന്നതാണ്. സുനിഷ. ഓക്കെ, ഞാൻ അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സയൻസ് ഓഫ് മൊബൈൽ അഡിക്ഷൻ. പ്ലീസ് വാച്ച് ദസ് വാർണിംഗ് സയൻസ്. ഒന്നാമതായിട്ട് ഒബ്സഷൻ, അന്ന് അതിഭ്രമം, എപ്പോഴും ഫോണിന് ഇങ്ങനെ എടുക്കാനുള്ള ടെൻഡൻസി, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടാവുന്നത്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ആംഗ്രിയാണ്. നമ്മളിപ്പോ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് അങ്ങോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ മുഖം വല്ലാണ്ട് വീർപ്പിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, ബാക്കി ഒരു കാര്യത്തിനും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഈ ഫോൺ അവർക്ക് കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത മൂഡ് ഓഫ് അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ സ്ലീപ്പ് പ്രോബ്ലംസ്, ഉറക്കക്കുറവ്, പിന്നെ രാത്രി നന്നെ വൈകി ഉറങ്ങുക, രാവിലെ എഴുന്നേൽക്കാൻ വൈകുക, ഇത് ക്ഷീണമൊക്കെ, ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക. പുവർ അക്കാദമിക് പെർഫോമൻസ്, സ്കൂളില് ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാണ്ടിരിക്കുക, മാർക്കൊക്കെ കുറഞ്ഞു വരിക. ഇതൊക്കെ നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ അധികമായിട്ട് കണ്ടുവരുന്ന ഒരു ഇതാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് കെയർ ചെയ്യുക. നെക്സ്റ്റ് ഞാനിവിടെ പറയാൻ പോകുന്നത് നെഗറ്റീവ് എഫക്ട്സ്, അതായത് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ കുറേ ദോഷവശങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് എക്സസീവ് സ്ക്രീൻ ടൈം എഫക്ട്സ് ചിൽഡ്രൻസ് വെൽബീങ്. കൂടുതലായിട്ടത് കുട്ടികളിലാണ് അത് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദോഷമായിട്ട് വരുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. ഒന്നാമത്തെ ബാധിക്കുന്നത് ഫിസിക്കൽ ഹെൽത്തിനെയാണ് അത് ബാധിക്കുന്നത്. ഏതൊക്കെയാണ് ഫിസിക്കൽ ഹെൽത്തിലും അത് ബാധിക്കുന്നത്? ഫസ്റ്റ് വൺ ഐ സ്ട്രെയിൻ. കൂടുതലൊരു കണ്ണിന്റെ കാഴ്ചയെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് അല്ലെ, ഫോൺ കൂടുതലായിട്ട് അമിതമായിട്ട് ഉപയോഗിക്കുന്ന കാരണം കൊണ്ട്. അതുപോലെ നമുക്ക് ഹെഡ് ഏക്ക്, പിന്നെ ബ്ലറി വിഷൻസ്, കുട്ടികൾക്ക് മങ്ങിയ വെളിച്ചമൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് കാഴ്ചക്കുറവാണ് കൂടുതലായിട്ട് മെയിനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ബ്ലൂ ലൈറ്റ് ഫ്രം സ്ക്രീൻസ് ഇന്റർഫെറൻസ് വിത്ത് സ്ലീപ്പ് സൈക്കിൾസ്. അതായത് സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം ഉറക്കത്തെയാണ് അത് തടസ്സപ്പെടുത്തുന്നത്. ഉറക്കമില്ലായ്മ, കൂടുതൽ നേരം മൊബൈൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സ്ലീപ്പ് സൈക്കിളിനാകെ ചേഞ്ച് മാറുന്നു. നെക്സ്റ്റ് ഒബേസിറ്റി, അമിതവണ്ണം വെക്കുന്നു. എന്താ കാരണം? ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. അവരൊന്നും എന്താ പറയാ, പുറത്ത് ഇറങ്ങി കളിക്കാനോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഫുൾ ടൈം മൊബൈൽ, പിന്നെ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നില്ല. അതിന്റെ ഫലമായിട്ട് കുട്ടികൾ അമിതവണ്ണം വെച്ച് വരുന്നു. അതാണ് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഡ്യൂ ടു സെൻട്രി സ്ക്രീൻ ടൈം. ഇതെല്ലാം കാരണമാണ് ഫിസിക്കൽ ഹെൽത്ത് ബാധിക്കുന്നത്, മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട്. ഓക്കെ, താങ്ക് യു മാം. അടുത്തത് മെന്റൽ ഹെൽത്തിനെ പറ്റിയാണ്. ലോൺനെസ് ആൻഡ് ഡിപ്രഷൻ ആർ മെയിൻ മെന്റൽ പ്രോബ്ലം ദാറ്റ് ദ ചിൽഡ്രൻസ് ഹാവ് ടു സഫർ ഫോർ മൊബൈൽ അഡിഷൻ. എന്ന് വെച്ചാൽ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കാരണം കുട്ടികൾക്ക് ഏകാന്തത, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചൂസിങ് വെർച്വൽ ഇൻട്രാക്ഷൻ ആൻഡ് ഓവർ റിയൽ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ യഥാർത്ഥ സുഹൃത്തുക്കളേക്കാൾ വെർച്വൽ ഇടപാടുകൾ തിരഞ്ഞെടുക്കുക. പിന്നെ ഈ ഫോണിന്റെ ഉപയോഗത്താൽ സങ്കടം, ഉത്കണ്ഠ എന്നിവയൊക്കെ അനുഭവപ്പെടുന്നു. ഓക്കെ. Here are some solutions and healthy habits to overcome mobile addiction. First one, set clear time limits. Decide your daily screen time, example 1 to 2 hours, and stick to it. ഫോണിന്റെ ഉപയോഗം, കുട്ടികൾക്ക് സ്ക്രീൻ ടൈം നമുക്ക് 1-2 മണിക്കൂറായി കുറച്ചുകൊണ്ട് അതിനെ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാം. സെക്കൻഡ് വൺ, create no phone zones. Avoid using phones in the bedroom and dining area. ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മൾ ഫോണിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. അത് രണ്ടാമത്തത്. നെക്സ്റ്റ് ഭീമ പറയും.
ബിസ്മിയ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്. സൊല്യൂഷൻസ്: എൻകറേജ് ഓൾട്ടർനേറ്റീവ്സ്, പ്രൊമോട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, റീഡിംഗ് ബുക്സ്, ആർട്സ് ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ്, വായന, കലാപരമായ കാര്യങ്ങൾ, ഔട്ട്ഡോർ ഗെയിം എന്നിവയിലേക്ക് കുട്ടികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. ഒരു പരിധി വരെ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ബി എ റോൾ മോഡൽ. പേരൻസ് ഷുഡ് ലിമിറ്റ് ദെയർ ഓൺ സ്ക്രീൻ യൂസ് ഡ്യൂറിംഗ് ഫാമിലി ടൈം. പേരൻസ് ഫാമിലി ടൈമിൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. കൂടാതെ കുട്ടികളുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. use parental controls, utilize apps like Google Family Link or Apple Screen Time. ഗൂഗിൾ ഫാമിലി ലിങ്ക് ആപ്പുകൾ യൂസ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഗൂഗിൾ അക്കൗണ്ട് കൺട്രോൾ ചെയ്യാനും ഡേറ്റ ക്രമീകരണങ്ങൾ ചേഞ്ച് ആക്കാനും റീസെറ്റ് ചെയ്യാനും അതോടൊപ്പം കുട്ടികൾ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്താനും സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ചെങ്കിലും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ കുട്ടികളിലുള്ള ഫോൺ അഡിക്ഷൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു മാം. അപ്പോ ഫ്രണ്ട്സ്, നമ്മുടെ ചെറിയ ചർച്ച ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. Through this small guide, we would like to advise the parents that we can avoid mobile addiction in children through balance. Use technology wise to enhance life, not control it. അതായത് നമ്മള് പാരന്റ്സിനോട് പറയാൻ എന്താണെന്ന് വെച്ചാല് കുട്ടികളിൽ നമുക്ക് മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ സന്തുലിതാവസ്ഥ, ബാലൻസ് ആയിട്ടുള്ള ഒരു ഉപയോഗം. അതായത് മൊബൈൽ നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു വസ്തുവാണെങ്കിലും നമ്മൾ അതിൽ ഒരുപാട് നിയന്ത്രണമല്ലാതെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാവുന്നത്. മാത്രമല്ല, ജീവിതം നിയന്ത്രിക്കാനായിട്ടല്ല നമ്മൾ മൊബൈൽ ഉപയോഗിക്കേണ്ടത്. അതിന്റെ സാങ്കേതിക വിദ്യ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് നമ്മുടെ ജീവിതം മൊബൈൽ ഫോണിലൂടെ മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരിക്കലും മൊബൈൽ ഫോണിനെ നമ്മളെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അനുവദിക്കരുത്. For professional counseling in Kerala, you can contact the DAD, Digital De-Addiction Center at 9497975400. അതായത് നമ്മളെ കേരളത്തില് ഇതിലെ പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഡാഡ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിൽ ബന്ധപ്പെടാവുന്ന. അതിനുള്ള ഫോൺ നമ്പർ എന്ന് പറയുന്നത് 94 97 97 54 00 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാമൂഹ്യ വിപത്താണ് കുട്ടികളിൽ ഉണ്ടാകുന്ന മൊബൈൽ അഡിക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ശിശുദിന ആഘോഷ പരിപാടിയിൽ നമ്മൾ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു അവയർനെസ് ക്ലാസ് ഉൾപ്പെടുത്തിയത്. നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും, ഇത്രയും നേരം നമ്മളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, ബഹുമാനപ്പെട്ട മിസ്സിനും നമ്മൾ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഈ എഫേർട്ടിന് ഒരുപാട് താങ്ക്സ്. അടുത്തത് മാം പറയുന്നുണ്ടോ? ലാസ്റ്റ് പറയാം. അടുത്തത് നമ്മള് കുറച്ചു മുമ്പേ ഇന്നത്തെ തോട്ട് ഓഫ് ദ ഡേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ന റെഡിയാണോ? ഹസ്ന? ഓക്കെ, റെഡി. അടുത്തത് ഇന്നത്തെ ചിന്താ വിഷയം, അതെ, തോട്ട് ഓഫ് ദ ഡേ സ്വാഗതം ചെയ്യാം ഹസ്ന. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. Children are like birds in the garden and should be carefully and lovely nurtured as they are the future of the nation and the citizens of tomorrow. Jawaharlal Nehru. Okay, thank you. താങ്ക് യു ഹസ്ന. ശിശുദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ ഗംഭീരമാക്കി തീർത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും നന്ദി. കൂടാതെ നമുക്ക് പ്രോത്സാഹനമേകിയ നമ്മുടെ ടീച്ചർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം നന്ദി. കുട്ടിക്കാലം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലമാണ്. തിരിച്ചു കിട്ടാത്ത ആ ബാല്യം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ ശിശുദിനാശംസകൾ. താങ്ക് യു ഓൾ. Okay,
സോ താങ്ക് യു വൺസ് അഗെയിൻ. എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നല്ലൊരു മെസ്സേജ് കൊടുത്തു. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടെ ആവാലോ അല്ലെ? ഞങ്ങൾ വിചാരിച്ച സമയം തികയില്ലാന്ന്, അതുകൊണ്ട് ചുരുക്കി ചുരുക്കി. ചുരുക്കി ഇപ്പൊ ഒരുപാട് അങ്ങനെ ചുരുക്കി പോയല്ലേ? ഈ അതെ. ഒരു അരമണിക്കൂറുണ്ട്. ഒരുപാട് പേരൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലല്ലോ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും കേട്ടോ. ഇനിയിപ്പോ എന്താണെങ്കിലും പാട്ടായിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ചാൻസ് ഇപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ് ഒരു മെസ്സേജ് നിങ്ങൾ ഓൾറെഡി കൊടുത്തു അല്ലെ? ഫോൺ അഡിക്ഷൻ ആണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മെസ്സേജ് കൂടിയാണ് അല്ലെ? സോ ഇതേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മെസ്സേജസ് ഉണ്ട്. സോ ആസ് എ പാരന്റ്സ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഇന്ന് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഇനിയിപ്പോ പാട്ടാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും സ്റ്റോറീസ് ആണെങ്കിലും എന്തും ഓക്കെ ചെയ്യാലോ അല്ലെ? എല്ലാവരും മൾട്ടി ടാലന്റഡ് ആണ്. ആർക്കും ടാലന്റ് ഇല്ലെന്ന് വിചാരിക്കല കേട്ടോ. എല്ലാവരും പാട്ട് പാടാനാണെങ്കിലും സ്റ്റോറി പറയാനാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ ഒരു കഴിവുണ്ട്. ഓക്കെ, അതെനിക്കിന്ന് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻജോയ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഓരോ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്നതും അതുപോലെ ഹാക്ക് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ ക്യാമറ ഓൺ ചെയ്യൂ. ക്യാമറ ഓൺ ചെയ്യാതെ നമ്മളെ ചുമ്മാ ഞാനിങ്ങനെ ക്യാമറ ഓഫ് ചെയ്ത് ഇങ്ങനെ പറയുമ്പോ എങ്ങനെയുണ്ട് അല്ലെ? നിങ്ങൾ എന്താ കാണുന്നേ? സ്മാർട്ട് അക്കാഡമി എന്ന് മാത്രമേ കാണുന്നുള്ളൂ. എന്നെ കാണുന്നുണ്ടോ അല്ലെ? ഞാനിപ്പോ എത്ര പാട്ട് പാടിയാലും നിങ്ങൾക്ക് കാണാൻ എങ്ങനെയുണ്ടാകും? ആലോചിച്ച് നോക്കിയേ അല്ലെ? അതാണ് എന്റെ ഒരു അവസ്ഥ. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ നിങ്ങളെ പ്രൊഫൈൽ പിക്കും പേരും മാത്രമാണ് ഞാൻ ഇരുന്ന് കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അപ്പൊ ഇനിയും സമയമുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ആരൊക്കെയാണ്? എല്ലാരും മുന്നോട്ട് വരും. ഞാനൊരു ചെറിയ പാട്ട് പാടാം സർ. രണ്ട് ലൈൻ. രണ്ടോ നാലോ ഒക്കെ പറയും. അടികൊള്ളു. ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ. അത്രയും മതിലും മതിലില്ല കുളിരും മറ്റുള്ളൊരു കണ്ണും മറയത്തൊളികും നല്ല പാട്ടുകാരാ. തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചരൻ മുല്ലമുട്ടിലോറും അത്തറൊന്നു വേണ്ടി ഈനത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ശേലുകാരാ. മിസ് മിസ് പാട്ട് പഠിക്കാം. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കുളത്തിലെ താമരയോ, പോലുള്ള വൈദൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ. വർണ്ണനയിൽ പാൽക്കടലാണോ, ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കുളത്തിലെ താമരയോ, റസൂലുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ. വർണ്ണനയിൽ പാൽക്കടലാണോ. താങ്ക് യു മാം. ഓക്കെ, കണ്ടോ ഒരുപാട് ടാലന്റഡ് പേഴ്സൺസ് വരുന്നതായിട്ട് ഒരു മുന്നറിയിപ്പ്. ഏതൊക്കെ പാടാൻ സ്റ്റെഫി ഞാൻ റിജു പാടുന്ന എന്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ പാട്ട് വരുന്നു. ഓക്കെ, കൊള്ളാട്ടോ. അപ്പോ ഇന്ന് അറിയാലോ എന്താണ് സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത്? ചിൽഡ്രൻസ് ഡേ ആണ്. അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ അല്ലെ, പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ബർത്ത്ഡേ ആണ് അല്ലെ? സോ എനിക്ക് ചിൽഡ്രൻസ് ഡേയിൽ പറയാനുള്ള ഒരു കാര്യം, ചെറിയൊരു കാര്യമാണ് കേട്ടോ. ഇന്ന് കുട്ടികളുടെ ദിവസമാണല്ലോ അല്ലെ? അപ്പൊ കുട്ടികൾക്ക് മാത്രമാണോ ഈ ഡേ? ആണോ? ഒരിക്കലല്ല കേട്ടോ. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്
നിങ്ങളുടെ ഉള്ളിലേക്ക് കുട്ടിയില്ലേ? നിങ്ങൾ എല്ലാവരും മെച്ചോർഡ് ആണോ? മെച്ചോർഡ് ആണ്, ശരി, സമ്മതിച്ചു. എന്നാൽ എപ്പോഴും സീരിയസ് ആണോ? ഒരിക്കലല്ല. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. പണ്ടത്തെ ആ ഒരു ചെറുപ്പം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ചിൽഡ്രൻസ് ഡേ നമുക്ക് ആഘോഷിക്കാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും അല്ലെ? അവരെപ്പോഴും ചിൽ ഫീൽ ആണല്ലേ അല്ലെ? അവർക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. അതായത് അവർക്ക് ഇമോഷൻസ് വളരെ കുറവാണ്. കരയും, അതുപോലെ കാര്യം അല്ലാതെ ചിന്തിക്കാനൊരു അങ്ങനെയൊന്നുമില്ല അല്ലെ? ഈഗോസ് ഇല്ല, വേറെ എന്താണ് വേറെ ഇമോഷൻസോ അങ്ങനെയൊന്നും അവർക്ക് അവർ ബോധനല്ല. സോ എപ്പോഴും അതേപോലെ ആവണം നമ്മള് അല്ലെ? എപ്പോഴും എന്താണ് ഫുൾ ടൈം നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. നെഗറ്റീവ്സ് ഒന്നും പാടില്ല. എന്ന് പറയാൻ എളുപ്പമാണെന്ന് നിങ്ങൾ പറയൂ, മിസ്സിന് എന്താ എന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് ചിന്തിക്കും. പക്ഷെ എപ്പോഴും കുട്ടികളെ പോലെ ചിന്തിക്കുക, കുട്ടികളെ പോലെ ആവാ. മെച്ചുവേർഡ് ആവേണ്ടത് മെച്ചുവേർഡ് ആകാം, സീരിയസ് ആവേണ്ടത് സീരിയസ് ആവാം. പക്ഷെ അതർവൈസ് ഒരു കുട്ടി എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം കേട്ടോ. എല്ലാവരും ഒരു കുട്ടി ഉണ്ടാവും. പിന്നെ പറയാനൊരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അഡ്വൈസ്. സോ അഡ്വൈസ് എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഞാൻ പറഞ്ഞ പോസിറ്റീവ് ആയിട്ടിരിക്കണം എന്ന് പറയാം. അത് എത്ര പോസിബിൾ ആണെന്ന് ചോദിച്ചാല് പോസിബിൾ ആണ് കേട്ടോ. കാരണം എല്ലാവരുടെ ലൈഫിലും ഇഷ്യൂസ് ഉണ്ട്. ഇവൺ ഞാനിവിടെ ഇരിക്കുമ്പോ എക്സാമ്പിൾ പറയാൻ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇപ്പൊ എന്റെ വീട്ടില് ഞാൻ ചിലപ്പോൾ വഴക്കിട്ടായിട്ട് വന്നതെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാം. സോ ആ ഒരു പ്രോബ്ലം ഞാൻ ഈ ക്ലാസ്സിൽ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാകും ആലോചിക്കും. ഭയങ്കര ബോറായിരിക്കില്ലേ അല്ലേ? അതുകൊണ്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും കുറച്ച് നമ്മളത് മാറ്റി വെക്കുക. അത് കഴിഞ്ഞോ, അതിനെ കുറിച്ച് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നെഗറ്റീവ്സ് മാറ്റാമെന്ന് പറഞ്ഞു എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല. കാരണം നമുക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കും, എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, അയ്യോ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നും പറയാം. സോ അത്രയേ സംഭവിച്ചുള്ളൂ എന്നും പറയാം. ശരിയല്ലേ? അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നെഗറ്റീവാണ്. പക്ഷെ അത്രയേ സംഭവിച്ചുള്ളൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവാണ്. എപ്പോഴും അങ്ങനെ ചിന്തിക്കുക. ഏതൊരു നെഗറ്റീവ്സിലും പോസിറ്റീവ് കണ്ടെത്താൻ നോക്കുക കേട്ടോ. എന്ത് നമുക്ക് ലൈഫില് സംഭവിക്കുന്നതും എന്ത് നടക്കുന്നത് എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ്സ് ഓർ പോസിറ്റീവ്സ് എന്ത് നടന്നാലും എപ്പോഴും നെഗറ്റീവ്സിനെ പോസിറ്റീവായിട്ട് കാണാൻ നോക്കാം. ഓക്കെ, ഇനിയിപ്പോ എക്സാം, ഇപ്പോ നിങ്ങൾ കോഴ്സ് പഠിച്ചു, എക്സാം അറ്റൻഡ് ചെയ്തു, മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടണമെന്നില്ല അല്ലെ? പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് അത്രയും മാർക്ക് കിട്ടിയുള്ളൂ, ഞാൻ ഒരുപാട് പഠിച്ചാണ്, എനിക്ക് അത്രയും കിട്ടിയുള്ളൂ. പക്ഷെ എനിക്ക് അത്രയെങ്കിലും കിട്ടിയല്ലോ, ഞാൻ ഒട്ടും ഇംഗ്ലീഷ് എനിക്ക് ഒട്ടും അറിയാത്ത ഒരാളായിരുന്നു, ഞാൻ അത്രയെങ്കിലും മാർക്ക് വാങ്ങിയല്ലോ എന്ന് പറയുന്നത് എത്രയും രസമാണ് അല്ലെ? അപ്പൊ ഒരു പോസിറ്റീവ് വന്നില്ലേ? അതേപോലെ ആയിരിക്കണം ലൈഫ്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവ്സിലും പോസിറ്റീവ്സ് കണ്ടെത്താൻ നോക്കാം. ഓക്കെ, അപ്പോ അതിന് ചെറിയൊരു അഡ്വൈസ് എടുക്കാം. ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് പറയാനുള്ളത് കുട്ടികളെ പോലെ നമ്മൾ എപ്പോഴും കുട്ടികളെ പോലെ സന്തോഷത്തോടെ എപ്പോഴും ചില്ലായിട്ടിരിക്കാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും വേറെ മെസ്സേജ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഞാനിപ്പോ പറഞ്ഞ പോലെ ഒരു പാരന്റ് എന്ന നിലയിലും ഒരു ടീച്ചർ എന്ന നിലയിലും എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടോ, പറയാനുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. എപ്പോഴും പറയുന്ന പോലെ അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഫോൺ അഡിക്ഷൻ പറഞ്ഞത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കാരണം കുട്ടികളുടെ മൈൻഡ് ആണെങ്കിലും അവർക്ക് കോൺസെൻട്രേഷൻ ആണെങ്കിലും ഒട്ടും അല്ലെ? നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ റീൽ കാണുന്നുണ്ട്. റീൽ എത്രയാണ്? ഒരു സെക്കൻഡ്സ് ആണല്ലോ അല്ലെ? ഓരോ റീലും ഓരോ സെക്കൻഡ്സ് ആണ് അല്ലെ? കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ. പക്ഷെ അങ്ങനെ കാണുമ്പോ പറയുന്നത് അത്രയും നമുക്ക് കുട്ടികൾക്ക് അത്രയും സമയം മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂ എന്നാണ്. അവർ ശ്രദ്ധ ഉണ്ടാവില്ല. ക്ഷമയോടെ ശ്രദ്ധിച്ചിരിക്കാനുള്ള കഴിവ് അത് അവരിൽ നഷ്ടമാകുന്ന പറയുന്നത്. സോ മാക്സിമം ഫോൺ കൊടുക്കാതിരിക്കുക. കൊടുക്കാം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കൊടുക്കാതിരിക്കുക. കൊടുത്താലും ഒരു ടൈമിൽ നമ്മൾ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എല്ലാ കുട്ടികളും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അതൊക്കെ എത്രത്തോളം ദോഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആസ് എ പാരന്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. അവർക്ക് എന്ത് തന്നെ പറഞ്ഞു കൊടുത്താലും നമ്മൾ ചെയ്യുന്ന കുറെ തെറ്റുകളുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കാം. പിന്നീട് അവരെന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടില്ലെങ്കിലോ അവര് നമ്മളെ അനുസരിച്ചില്ലെങ്കിൽ നമ്മളൊരു പിണങ്ങിയിട്ട് കാര്യമില്ല. കാരണം എന്താ? നമ്മൾ ഓൾറെഡി അവരോട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഫോൺ കൊടുക്കുന്നുണ്ട്. കരയുമ്പോ ഞാൻ കാണുന്ന ഒരു പ്രവണതയാണ് കേട്ടോ. എവിടെ പോയാലും കുട്ടികൾ കരയുമ്പോ പാരന്റ് ഫോൺ കൊടുക്കും. ഞാൻ ആലോചിക്കും എന്ത് കഷ്ടമാണ്. നോക്കിയേ, കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഫുൾ ലൈഫ് തന്നെ വേസ്റ്റ് ആകും. മനസ്സിലായോ? അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് അറിയോ? കണ്ണിനാണെങ്കിൽ
ടോയ്സ് ആണെങ്കിൽ അവരൊക്കെ ഫുള്ള് എന്താ ഡാമേജ് ആകാണ് ചെയ്യുന്നത്. അത് ആരാ പഠിപ്പിക്കുന്നേ? പാരന്റ്സ് ആണ്, അമ്മമാര് തന്നെയാണ്. ഞാൻ അമ്മമാരെ തന്നെയും കുറ്റം പറയും. അമ്മമാരും അച്ഛന്മാരൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും നല്ലൊരു കുട്ടികളെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. നമ്മൾ കുറെയൊക്കെ സാക്രിഫൈസ് ചെയ്തേ പറ്റും. അതൊരു കാര്യം. ഓക്കെ, ദെൻ പിന്നെന്താണ് ചെയ്യേണ്ടത്? ഫുഡ് അല്ലേ? ജങ്ക് ഫുഡ് ഒരിക്കലും കൊടുക്കരുതാവും. കൊടുക്കുന്നുണ്ടാകാം, പക്ഷെ ഇനി കൊടുക്കരുത്. എനിക്ക് അതിന്റെ റിക്വസ്റ്റ് ആയിട്ട് കാണാം. കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ റിക്വസ്റ്റ് ആയിട്ട് കാണാം. അഡ്വൈസ് ഒന്നും ഞാൻ പറയുന്നില്ല, റിക്വസ്റ്റ് ആയിട്ട് കാണാം. ഒരിക്കലും പുറത്തൊരു ഫുഡ് കൊടുക്കരുത് കേട്ടോ. ബേക്കറി ആണെങ്കിലും ഒരു ഐറ്റംസ് ഒന്നും കൊടുക്കാതിരിക്കുക. വളരെയധികം ദോഷം ചെയ്യും. കുഞ്ഞു ലിവറിൽ ഇതൊക്കെ കംപ്ലൈൻസ് ആകും. കുഞ്ഞിലെയും വന്ന് കംപ്ലൈൻസ് ആകും. ഒരുപാട് അസുഖങ്ങൾ വരും. ഇപ്പോഴല്ലെങ്കിൽ പിന്നീടായാലും നമ്മളെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമല്ലേ ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും അതൊക്കെ മാറ്റാൻ നോക്കാം. നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അതൊക്കെ തന്നെയാണ്. ഇതുവരെയും കൊടുത്തിട്ടില്ല. വെരി ഗുഡ്. ഞാൻ എന്റെ മോൾക്ക് അതുപോലെ തന്നെയാണ്. ഞാൻ ഇപ്പൊ നിങ്ങൾ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും എന്റെ മോക്ക് ഇങ്ങനെ കൊടുക്കുന്നില്ല. ഒരിക്കലില്ല കേട്ടോ. ഞാൻ അവർക്ക് ഇതുവരെയും ചോക്ലേറ്റ്സ് കൊടുത്തിട്ടില്ല, ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുത്തിട്ടില്ല. അവൾക്ക് അറിയില്ല അതെന്താണ് എന്നൊന്നും അവൾക്ക് അറിയില്ല. മൊബൈൽ അധികം കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറ്റിക്കും. മോളെ ഞാൻ പറ്റിക്കുന്നുണ്ട്, അസലായിട്ട് ഞാൻ പറ്റിക്കുന്നുണ്ട്. കൊടുക്കില്ല കേട്ടോ. പക്ഷെ അവര് വലുതാവട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അവര് വലുതാകുമ്പോ അവർക്ക് അറിവായുമ്പോ അവര് വാങ്ങി കഴിച്ചോട്ടെ. അത് വരെ നമുക്ക് നോക്കാം. കുട്ടിക്ക് എത്ര വയസ്സായി മിസ്സിന്റെ? ആൾക്ക് 5 വയസ്സ്. 5 വയസ്സ്. ഓക്കെ. അതിപ്പോ ഞാൻ പറയില്ല, നടക്കാത്തൊരു കാര്യം അത്. ഓരോ കാര്യങ്ങൾ പറയുമ്പോ അത് കുട്ടികൾ പറഞ്ഞ അനുസരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അതുപോലെ തന്നെ ഹെൽത്തി ഫുഡ്സും അതേപോലെ തന്നെ കൊടുക്കണം. കാരണം എന്നാലാണ് അവരെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആണെങ്കിലും ബ്രെയിൻ ഇംപ്രൂവ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ ഫുഡിലൂടെ തന്നെയാണ്. അപ്പൊ അതും നമ്മൾ ചെയ്യണം. നല്ല നല്ല ഫുഡും കൊടുക്കണം. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അവർ പറയുന്ന അനുസരിക്കും. ഞാൻ എന്റെ മോളോട് ചെയ്യുന്നത് തന്നെയാണ്. അത് കഴിച്ചാല് ഇങ്ങനെ പറ്റും, എന്തെങ്കിലും അസുഖം വരും എന്നൊക്കെ പറയും. ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയും. അത് അവൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ സ്കൂളിൽ പോകുമ്പോഴും ആരെങ്കിലും കൊണ്ടുവന്ന് അവൾ എന്നോട് വന്ന് പറയേ, അമ്മ ബിസ്ക്കറ്റ് കൊണ്ടുവന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല, അതിൽ പുഴുവരില്ലേ, ഞാൻ കഴിച്ചില്ല എന്നൊക്കെ പറയും. മിഠായി ആണെങ്കിൽ ആരെങ്കിലും കൊടുത്താൽ ഞാൻ പറയും വാങ്ങിച്ചോളൂ, പക്ഷെ കഴിക്കണ്ട, എനിക്ക് കൊണ്ടുത്താ, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയും. അപ്പൊ അവൾ അത് കൊണ്ടുതരും. അപ്പൊ നമ്മൾ പറയുന്ന പ്രോമിസ് അക്സെപ്റ്റ് ചെയ്യണം. അതായത് കൊണ്ടുവരുമ്പോ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതേസമയം എനിക്ക് കൊണ്ട് തരുമ്പോ ഞാൻ കൊടുക്കാതിരിക്കാമെങ്കിൽ പിന്നീട് ഒരിക്കലും അവൾ കൊണ്ടു തരില്ല. അപ്പൊ എന്താ ചെയ്യാ, കുറച്ച് മാത്രം കൊടുക്കാന്നല്ല ഞാൻ പറഞ്ഞേ, ഫുള്ള് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും, എല്ലാവർക്കും ഈക്വലി അത് ഡിവൈഡ് ചെയ്യാൻ പറയും. അപ്പൊ ഞാൻ എല്ലാവരോടും വാങ്ങിക്കാൻ പറയും. അപ്പൊ എനിക്ക് വരും, അവളുടെ അച്ഛന് കൊടുക്കും, അപ്പൊ അമ്മമ്മയ്ക്ക് കൊടുക്കും. എല്ലാവരും കൊടുത്തരും അവർക്ക് ഇത്തിരിക്കോളെ കിട്ടും. അത് മതി, അവളെ ഹാപ്പിയാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രിക്കിലൂടെയൊക്കെ അവരെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. പിന്നെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഞാൻ പറയുന്നത് പുറത്തുനിന്ന് വാങ്ങണ്ട, ഞാൻ ഉണ്ടാക്കി തരാം, ഒന്നും കൊള്ളില്ല എന്ന് പറയും. ചിലപ്പോ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണെങ്കിലും കൊടുക്കില്ല കേട്ടോ. കൊടുത്താലും ഞാൻ വേറെ എന്തെങ്കിലും പണിയിപ്പിച്ച് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായില്ലല്ലോ, നമുക്കത് വേണ്ട. അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഓക്കെ. അപ്പൊ അവള് ചിന്തിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ നല്ല അമ്മ ഉണ്ടാക്കി തരും, അമ്മയോട് പറഞ്ഞ അമ്മ ഉണ്ടാക്കി തരും എന്ന് പറയുമ്പോൾ ഓക്കെ, അത് മതി. അപ്പൊ മാക്സിമം നമ്മള് കുട്ടികളെ എന്താണ് പുറത്തുനിന്നൊന്നും കഴിപ്പിക്കാതിരിക്കുക. കാരണം ഇപ്പൊ എല്ലാരും കെമിക്കലാണ്, പണ്ടത്തെ പോലെയൊന്നുമല്ല. നമ്മ വളർന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോ. നമ്മുടെ കുഞ്ഞിൽ എന്തെല്ലാം കഴിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിക്കുക നിങ്ങൾ. എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ നമ്മള് കുഞ്ഞിലെ? എല്ലാരും അമ്മമാരെ ഉണ്ടാക്കി തരുന്നത് പണ്ടത്തെ ഫുഡ്സ് ആണ് അല്ലെ, അതിലൊന്നും കെമിക്കൽസ് ഇല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? എല്ലാത്തിലും കെമിക്കലാണ്. ഒരു മിഠായി, പണ്ടത്തെ മിഠായി നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ ഇപ്പൊ അങ്ങനെയാണോ? ഒരിക്കലും അല്ല അല്ലെ, എല്ലാത്തിലും കെമിക്കലാണ്. അതുകൊണ്ട് മോസ്റ്റ്ലി ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ് അതിലടങ്ങിയിരിക്കുന്ന ഒരു കണ്ടൻസ് ഒക്കെ നോക്കാം കേട്ടോ. കണ്ടൻസ് ഒക്കെ എന്തൊക്കെയാണ്, ടീച്ചറാണ്. ഓക്കെ, ഷുഗർ ആണെങ്കിലും മാക്സിമം പഞ്ചസാരയൊക്കെ കൊടുക്കാതിരിക്കുക. വൈറ്റ് ഷുഗർ ഇസ് വൈറ്റ് പോയിസൺ എന്ന് പറയും. സോ ശ്രദ്ധിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. സോ സെർച്ച് ചെയ്യാം കേട്ടോ. മാക്സിമം നിങ്ങൾ ഫുഡിന്റെ കാര്യത്തിൽ ഹെൽത്ത് വൈസ് എപ്പോഴും ഭയങ്കര കെയറിങ് ആയിരിക്കണം കുട്ടികളുടെ കാര്യത്തിൽ. ഇതെല്ലാം മാക്സിമം സെർച്ച് ചെയ്യുക. നിങ്ങൾ നോക്കുക, ഓരോ കാര്യങ്ങൾ വാങ്ങുമ്പോഴാണ്, പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിന്റെ കണ്ടൻസ് ഒക്കെ നോക്കുക, എത്രത്തോളം ഡേഞ്ചർ ആണ്. അതിൽ മാക്സിമം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് അവയർനെസ് കൊടുക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെ. ഭാവി തലമുറയാണ് അല്ലെ, അപ്പോ മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ കുട്ടികൾക്ക് വരെയും, കുഞ്ഞു കുട്ടികൾക്ക് വരെയും ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്, ലിവർ ഡിസീസ് വരുന്നുണ്ട്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കറിയാം ഇതൊന്നും കൊടുക്കാൻ കൊള്ളില്ലെന്ന് അറിയാലോ അല്ലെ, എന്നിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് തെറ്റാണ് കേട്ടോ.
എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാക്സിമം ഇനി അവോയ്ഡ് ചെയ്യുക. കുട്ടികൾക്ക് വാശി പിടിക്കുക, വാശി പിടിക്കുക, കഴിക്കാതിരിക്കും. പക്ഷെ അത് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കഴിക്കുന്നതിൽ നല്ലത് കഴിക്കാതിരിക്കുന്നതാണ്. അപ്പൊ കരഞ്ഞാലും കുട്ടികൾക്ക് ഒന്നും പറ്റില്ല കേട്ടോ. വാശി പിടിച്ച് കരയുമ്പോ ഒരിക്കലും സാധിച്ചു കൊടുക്കരുത് കേട്ടോ. നമുക്കാണേ ഒരു പ്രാവശ്യം വാശി പിടിച്ച് കരയൂ, നമ്മൾ കൊടുത്തില്ലെന്ന് വിചാരിച്ചു. ഒരു പ്രാവശ്യം വാശി പിടിച്ച് കരഞ്ഞു, നമ്മൾ വാങ്ങി കൊടുത്തില്ല. രണ്ടാമതും കരഞ്ഞു, നമ്മൾ വാങ്ങി കൊടുത്തില്ല. മൂന്നാമത് അവര് കരയോ? കരയില്ല. കാരണം എന്താ? കരഞ്ഞിട്ട് കാര്യം നമുക്ക് അറിയാം. പിന്നെ കരയില്ല. അതുകൊണ്ട് വാശി പിടിക്കുമ്പോൾ ഓരോന്നും നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. അങ്ങനെ പാരന്റ്സ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പാരന്റ്സ് മാത്രമല്ല, ടീച്ചേഴ്സും കൂടെയാണ്. കാരണം നമ്മളെ മക്കളെ ഇങ്ങനെ വളർത്തിയിട്ട് സ്കൂളിൽ വിടുമ്പോൾ സ്കൂളിൽ ഇതുപോലെ കുറെ സ്റ്റുഡൻസ് കൊണ്ടുവരും അല്ലെ. അപ്പൊ ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത്? ടീച്ചേഴ്സും ഈ ഒരു അവയർനെസ് കൊടുക്കണം അല്ലെ. നമ്മള് കുട്ടികളെ ടീച്ചേഴ്സിന്റെ കയ്യിലാണ്. അപ്പൊ ടീച്ചേഴ്സിന് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഞാൻ എന്റെ മോളുടെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അവരോട് പറയും. അപ്പോ ടീച്ചേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും ഡെക്കറേറ്റീവ്സ് കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ എന്താണ്, അമ്മമാരെ കൊടുത്തു തരും. കാര്യം എളുപ്പമാണല്ലോ അവർക്ക് ഒന്നും ഉണ്ടാക്കണ്ട, എളുപ്പമാണ്. പറയുന്നൊരു കാര്യം ഫ്രൂട്ട്സ് കഴിക്കില്ല, എന്റെ മോള് ഫ്രൂട്ട്സ് കഴിക്കില്ല. പക്ഷെ അങ്ങനെ പറയുന്നത് എത്രയോ മണ്ടത്തിലാണ്. നമ്മൾ കഴിപ്പിക്കണം, അവരോട് പറയണം, പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ. സോ എന്താണ്, ഒന്ന് കഴിച്ചില്ലെങ്കിൽ പോലും കെമിക്കൽസ് ഒന്നും കൊടുക്കാറില്ല. അറിയോ, കുറെ അസുഖങ്ങൾ കുറയും. അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന പ്രായമാണ് കേട്ടോ ഈ പറയുന്ന ഒരു 10 വയസ്സ് 12 വയസ്സിലേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ആ ടൈമിലെങ്കിലും ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ ഫുഡ് ഓൾസോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല നല്ല ഫുഡ്സും കൊടുക്കാം, നട്ട്സ് കൊടുക്കുക. ഒരുപാട് നല്ല നല്ല ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ. നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരുപാട് നല്ലത് അല്ലെ. മില്ലറ്റ്സ്, ഓക്കെ. റൈസ് തന്നെ, ചോറ് തന്നെ കൊടുക്കാതെ മില്ലറ്റ്സ് കൊടുക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവർക്ക് ഇഷ്ടമാകും. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി അത് അഡിക്റ്റഡ് ആകും. മാക്സിമം അങ്ങനെ നോക്കുക. അല്ലാതെ എപ്പോഴും ബിസ്ക്കറ്റ്സ്, മിച്ചർ, ചിപ്സ് ഒരിക്കലും ചെയ്യരുത്. ബിസ്ക്കറ്റ് ഒക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു ബിസ്ക്കറ്റിൽ തന്നെ എത്രത്തോളം ഷുഗർ കണ്ടന്റ് ഉണ്ടെന്ന് അറിയോ? ഒരു ആൾക്ക് വേണ്ട എല്ലാ ഷുഗറും ഒരു ബിസ്ക്കറ്റിലുണ്ട്. അപ്പൊ ഒരു കുട്ടി തിന്നെ എത്ര ബിസ്ക്കറ്റ് ആയിരിക്കും? ആലോചിച്ച് നോക്കി. ഷുഗർ കൂടാൻ വല്ല കാര്യം വേണോ? ഷുഗർ വരും, ലിവർ അടിച്ചു പോകും അല്ലെ. അത് പിന്നെ പറയേ വേണ്ട. പിന്നെ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ഫോണിലിരിക്കുന്ന കുട്ടി എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവരോട് കൂടെ കളിക്കുക. നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ കുട്ടികളെ വളർത്താൻ നോക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു ആ കുട്ടിക്കാലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാം. അത് മാത്രമേ ഉള്ളൂ ഒരു വഴി കേട്ടോ. അതുകൊണ്ട് ഈ ശിശുദിനത്തിൽ, ഈ ചിൽഡ്രൻസ് ഡേയിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം, പോസിറ്റീവായിട്ട് തോന്നാം. പക്ഷെ ഞാൻ ആസ് എ പാരന്റ്, ഞാൻ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞു, എന്താണ് മാം പറഞ്ഞു, നമ്മളിപ്പോ ഫോണില് നമ്മൾ തന്നെ ഒരു പാരന്റ് ആണ് നമ്മള്. ഇപ്പൊ ഞാൻ ആസ് എ പാരന്റ്, ഇപ്പൊ എന്റെ കൊച്ച് ചെറുതിലേ മുതൽ ഫോണില് അഡിക്ഷൻ ആണെങ്കിൽ അതിന് കുറ്റക്കാരി ഞാൻ തന്നെയാണ്. പാരന്റ് എന്നുള്ള നിലയിൽ ഞാൻ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഒരു 4-5 കൊല്ലം അല്ലെങ്കിൽ ഒരു 7-8 കൊല്ലം ആയിരുന്നു കൊറോണയ്ക്ക് ശേഷം, കൊറോണ വന്നു പോയിട്ട്. കൊറോണ വന്നതിന്റെ ശേഷമാണ് ഈ പിള്ളേർ ഇത്രയ്ക്കും മോശമാവാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. കാരണം അതിനൊരു പങ്ക് അധ്യാപകരും കൂടിയാണ്. കാരണം നമ്മളിപ്പോ ഞാനൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് മടുത്തിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു PDF, ഒരു ടെസ്റ്റ് മുഴുക്കെ ഒരു PDF ആയിട്ട് അയച്ചു തരും, എടുത്ത് മടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? എപ്പോഴും ഒരു ഫോൺ കുട്ടീനെ കൊടുക്കുക. അപ്പൊ ശരി, പാരന്റ്സിനും ഫോൺ വേണം, എന്ത് ചെയ്യും? ഒരു ഫോൺ കുട്ടിക്ക് മേടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ തന്നെ ആ ഫോണിലില്ലേ അതെടുത്ത് നോക്ക് പറയും. ഇപ്പൊ ടീച്ചർ ഇപ്പോഴും കൂടി ടീച്ചേഴ്സ് എന്താ പറയണ വെച്ചാൽ എന്തെങ്കിലും ഇപ്പൊ ഇന്ന് നെഹ്റുവിന്റെ തൊപ്പി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തൊപ്പി ഉണ്ടാക്കൂ. കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും, ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, എനിക്ക് തൊപ്പി ഉണ്ടാക്കണം. നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അതിനൊരു ഉത്തരവാദിത്വം സ്കൂളുകാർ തന്നെയാണ്. സ്കൂളിൽ നിന്നും ഉണ്ട്. ഇപ്പൊ പേരന്റ് എന്നുള്ള നിലയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അകറ്റി, ഫോണിൽ നിന്നൊക്കെ എന്നെ മാറി ഇപ്പൊ ലോക്കൊക്കെ ആക്കി വെക്കും ഞാന്. പക്ഷെ എത്ര പോയാലും അവര് ഇത് തുറന്നു കേട്ടമ്മ, എനിക്കത് നോക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വല്ല മെസ്സേജ് വന്നോ അത് നോക്കണം. നമ്മളിപ്പോ മനഃപൂർവ്വം, നമ്മളിപ്പോ എല്ലാ പേരന്റും സ്വന്തം മക്കളെ മനഃപൂർവ്വം ഒരു ഇതിലേക്ക് തള്ളിവിടില്ല. അവരുടെ സാഹചര്യങ്ങളായിരിക്കാം. അതുപോലെ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു സംഭവം നടന്നത് കൊറോണയ്ക്ക് ശേഷമാണ് കൂടുതൽ പിള്ളേരും അഡിക്റ്റ് ആയതിന്. ഇപ്പൊ പിന്നെ ഞാൻ കണ്ടുവരുന്ന വേറൊരു കാര്യം പറഞ്ഞാൽ, റെസ്പെക്റ്റ് ഇല്ല കുട്ടികൾക്ക്. ഇപ്പൊ മിക്ക പിള്ളേർക്കും റെസ്പെക്റ്റ് ഇല്ല. നമ്മളിപ്പോ പണ്ടത്തെ കാലഘട്ടങ്ങളിലേക്ക് പോവാൻ എല്ലാവരും ആഗ്രഹിക്കാനുള്ള, എനിക്ക് അങ്ങനെ ഇഷ്ടം. ഇന്നത്തെ കാലഘട്ടത്തെക്കാളും പണ്ടത്തെ ആ അച്ചടക്കം, രീതി, പഠിത്തം,
അങ്ങനത്തെ ഉള്ള രീതി, പണ്ടത്തെ ആ സ്കൂളിന്റെ ആ രീതി, അങ്ങനെ പോണ കാലഘട്ടമാണ് എനിക്കൊക്കെ ഇഷ്ടം. ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് ഡെവലപ്മെന്റ് ആണ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതില് നമ്മള് അച്ചടക്കത്തിന്റെ കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു കുട്ടികൾ. ഒരാളുടെ അടുത്ത് പെരുമാറുന്നത് എങ്ങനെയാണ്, ഇപ്പൊ ടീച്ചറുടെ അടുത്തും കൂടി ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അത് ഒരു വശം നോക്കുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് പോണ സമയത്ത് ഇപ്പൊ ടീച്ചറും പിള്ളേരും തമ്മിൽ അത്ര ക്ലോസ് ആയി പെരുമാറുന്നു. ചിലർ വിചാരിക്കും എന്ത് ഈ പിള്ളേർക്ക് അത്ര അച്ചടക്കമില്ല, റെസ്പെക്ട് ചെയ്യാത്തത് ടീച്ചേഴ്സിന്, അങ്ങനെയൊക്കെ പല ആൾക്കാർക്ക് അങ്ങനെ തോന്നാറുണ്ട്. ആ റെസ്പെക്ട് കുട്ടികളിൽ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് നമ്മൾ വീണ്ടും അതിന് ഉയർത്തിക്കൊണ്ട് വരേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു മൂല്യങ്ങളാണ്. ഒരു റെസ്പെക്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അത് എപ്പോഴും നമുക്ക് ജീവിതത്തിലേക്ക് വേണ്ട ഒരു കാര്യമാണ്, റെസ്പെക്ട്. അതാണ് എന്റെ അഭിപ്രായം. പറഞ്ഞു കൊടുക്കുക, ഒരുപാട് കാര്യം പറഞ്ഞു കൊടുക്കാം. പിന്നെ ഫോണിന്റെ കാര്യം ശരിയാണ്, കോവിഡ് വന്ന പിന്നെയാണ്. ഇപ്പോ പിന്നെ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവര് ഫോൺ നോക്കുമ്പോ നമ്മൾ കൂടെ ഇരിക്കുക. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രാഫ്റ്റ് ആണെങ്കിൽ പോലും അവർ ഫോൺ കാണുമ്പോൾ ഒരു ക്രാഫ്റ്റ് നമ്മുടെ കൂടെ എന്താണ് നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ജോലികൾ മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ഓക്കെ മൊബൈലിൽ ആ ടൈം കഴിഞ്ഞെങ്കിൽ മൊബൈൽ എടുത്ത് മാറ്റാം. പുറകെ നമ്മൾ തന്നെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും കുറ്റക്കാരൊക്കെ തന്നെയാണ്. സൊസൈറ്റി ആണെങ്കിൽ എല്ലാവർക്കും പങ്കുണ്ട്. പക്ഷെ മാക്സിമം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റൂ കേട്ടോ, അമ്മമാരെ കൊണ്ട് മാത്രമേ പറ്റൂ. അതിന്റെ ഡിഫക്ട്സ് ആണെങ്കിലും മെറിറ്റ്സും ഡിമെറിറ്റ്സും രണ്ടും പറഞ്ഞു കൊടുക്കാറുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി വെക്കുന്നത് നമ്മുടെ കടമയാണ്, ആരും ചെയ്യില്ല. ടീച്ചേഴ്സ് ആണ്, ഇപ്പൊ നിങ്ങൾ ടീച്ചേഴ്സും കൂടെയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് അമ്മമാരും ടീച്ചേഴ്സും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറെ കുട്ടികൾക്ക് മാറ്റങ്ങൾ വരും. ഓക്കെ, എല്ലാവരും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, നിങ്ങൾ മറ്റുള്ളവരോട് പറയാം. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇത്രയും കാരണം കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കും. കാരണം വളർന്നു വരുന്നവരാണ്, അവരെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരെയും നമ്മൾ ശ്രദ്ധിക്കാനേ. അത് നന്നായിട്ട് നോക്കണം എല്ലാ കാര്യങ്ങളും. മാം നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞോട്ടെ. ജങ്ക് ഫുഡിന്റെ കാര്യം. കാരണം കുട്ടികൾ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആണ് ജങ്ക് ഫുഡിന്. ഞാനിവിടെ ഫോളോ ചെയ്യുന്ന, ഞാൻ കൊടുക്കാറേ ഇല്ല ജങ്ക് ഫുഡ്. അതിന് ഞാനിവിടെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ സ്വയം ഉണ്ടാക്കി കൊടുക്കും. കാരണം ഇന്ന് അങ്ങനെ നെറ്റ് നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. മാത്രമല്ല കുട്ടികളെ ഇതിലേക്ക് വരുത്താൻ വേണ്ടി ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. കഷ്ണം അരിയാനാണെങ്കിലും ഉള്ളി തോല് പൊളിക്കാനാണെങ്കിലും ഒക്കെ. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ബർഗർ ഉണ്ടാക്കാം, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് ബർഗറൊക്കെ വീട്ടില്. മയണൈസ് ഉണ്ടാക്കാം, വളരെ ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് വീട്ടിൽ ഉണ്ടാക്കാം. അപ്പൊ ഇതൊക്കെ അങ്ങനെ നമ്മൾ കുട്ടികളെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം ഒരു കാര്യം ജങ്ക് ഫുഡിന്റെ, പിന്നെ കുറെ ഒരു സ്ക്രീൻ ടൈമും നമുക്ക് കുറഞ്ഞു കിട്ടും. കുറെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് അവരെ കൊണ്ടും കൂടി ചെയ്യിപ്പിക്കുമ്പം അവർ നമുക്ക് റെസ്പെക്റ്റും തരും. അവർക്ക് മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നുള്ളത്. അപ്പൊ ഞാൻ പാരന്റിങ്ങിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു ചെറിയ കാര്യം അതാണ്. പിന്നെ ബ്രെയിൻ ഗെയിംസ്, ഒരുപാട് ബ്രെയിൻ ഗെയിംസ് ഉണ്ട്. അതിലേക്ക് കുറെ എൻഗേജ് ആക്കാണ്. ഫുൾ ടൈം അവർ എൻഗേജ്ഡ് ആണെങ്കിൽ സ്ക്രീൻ ടൈം കുറയും. അതുപോലെ ക്രേവിങ്സ് ഒക്കെ കുറയും കേട്ടോ. ക്രേവിങ്സ് ഒക്കെയാണ് മെയിൻ, അത് നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെയാണ്. സോ ക്രേവിങ്സ് കുറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക് ഒരു ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം കേട്ടോ. കാരണം ഒരുപാട് സംസാരിക്കുന്ന ടോപ്പിക് ആണ്. ഇന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഒരിക്കലും തീരില്ല, ഒരുപാട് സംസാരിക്കാനുണ്ട്. സോ നമുക്ക് വേറെ ക്ലാസ്സിൽ എന്തായാലും ഈ ടോപ്പിക് നമുക്ക് പ്രസന്റ് ചെയ്യും. ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ മാം. ഒരു പാരന്റ് എന്ന നിലയിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കുട്ടികളുടെ സ്കൂളിൽ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് പറയാനുള്ള കുട്ടികൾ ഒരു ഫ്രീഡം നമ്മൾ എപ്പോഴും കൊടുക്കണം. എപ്പോഴും കുട്ടികളോട് ചോദിക്കണം ആ ദിവസം ക്ലാസ്സിൽ നടന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച്. അപ്പൊ കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അത് നമ്മളോട് തുറന്ന് വന്ന് പറയാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം വഴക്ക് പറഞ്ഞിങ്ങനെ ഇത് ചെയ്താലും ഒരു ചെറിയ ഒരു ഇഷ്യൂ വന്നാൽ അവർ നമ്മളോട് പറയില്ല പേടിച്ചിട്ട്. അത് വലുതാവുമ്പോൾ അത് വലിയൊരു ഇതായി മാറുന്നുണ്ട്. നമ്മൾ കുട്ടികളോട് ക്ലാസ്സിൽ നടന്ന എല്ലാ ദിവസവും നമ്മൾ തന്നെ കുറച്ച് ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ആ ദിവസം ക്ലാസ്സിൽ നടന്ന ചെറിയ കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ ആ എല്ലാ കാര്യങ്ങളും അവരോട് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലൊരു ഇത് കൊടുക്കുക, എന്ത് ഇഷ്യൂ വന്നാലും എൻ്റെ പാരന്റ് അവരോട് സപ്പോർട്ട് കാണും. അങ്ങനെ ഒരു ബോധ്യം വന്നാലേ അവർ നമ്മളോട് എന്ത് ഇഷ്യൂ വന്നാലും എല്ലാം നമ്മളോട് തുറന്നു പറയാനുള്ള ഒരു കംഫർട്ട് അവർക്ക് കാണത്തുള്ളൂ. അപ്പൊ അതൊരു ഇതായിട്ട് എനിക്കിത് പറയാനുള്ളത്. അതുപോലെ തന്നെ മാം
കുട്ടികൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചു കൊടുക്കണം. അതിപ്പം അവരെ ആരെങ്കിലും ഒരാൾ ബാഡായിട്ട് തൊട്ട് കഴിഞ്ഞാൽ അവർക്കത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റണം. അത് നമ്മളോട് പറയാൻ വേണ്ടി അവർക്ക് പറ്റണം. അത് ഞാൻ എന്റെ മോക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 5 വയസ്സാകാൻ പോകുന്നു. അല്ല ഇപ്പോഴുള്ള സ്കൂളുകളിൽ അത് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ഇതിനെ, ഗുഡ് ടച്ചും ബാഡ് ടച്ചിന്റെ ഒരു ക്ലാസ്സേ എടുക്കുന്നുണ്ട്. എന്റെ മോളൊക്കെ എന്താ പറഞ്ഞ വെച്ചാൽ ഒന്ന് വരുമ്പോഴേക്കും എല്ലാം പറയണം. അവൾക്ക് ഒരു 100 പ്രാവശ്യം അമ്മ അമ്മ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയണം. അവൾക്കത് പറഞ്ഞേ പറ്റുള്ളൂ. അതെല്ലാം പറയും. ഞാൻ അത് ശ്രദ്ധിക്കാണ്ടിരുന്ന അപ്പൊ കരയാൻ തുടങ്ങുവോള്. അമ്മ ശ്രദ്ധിക്കണില്ല പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയത്തില് എനിക്ക് ഭയങ്കര തൃപ്തിയാണ്. എന്തുണ്ടെങ്കിലും ഒന്ന് പറയുവോള്. എനിക്ക് അതൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആട്ടോ, സമയമായി. അതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സംസാരിക്കാം. ഓക്കെ, സോ സൈൻ ഔട്ട് പറയാമോ? ഇതാണ് സൈൻ ഔട്ട് ഇല്ല. മിസ് ഞാൻ പറയാം. ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തിട്ടില്ല. നമ്മളിന്ന് ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുകയായിരുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മളെ കൂടെ ഇരുന്ന് നമുക്കൊപ്പം നമ്മളൊരാളെ പോലെ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച മിസ്സിന് ഒരുപാട് നന്ദി പറയുന്നു. നമുക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ മിസ് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളും പങ്കുവച്ചു. അവരവരുടെ കഴിവിനനുസരിച്ചുള്ള കലാപരിപാടികളൊക്കെ പങ്കുവച്ചു. അങ്ങനെ വളരെ നല്ലൊരു ശിശുദിന ആഘോഷമായിരുന്നു ഇന്നത്തെ ദിവസം. നമ്മളെ സ്മാർട്ട് സിയിലെ ഫസ്റ്റ് സെലിബ്രേഷൻ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട മിസ്സിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, സോ എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും കേട്ടോ. എല്ലാം നല്ലതായിരുന്നു, നന്നായിട്ട് പാട്ട് പാടി. എല്ലാവരും ഈക്വലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. സോ താങ്ക് യു all. See you on next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you all.